ഉണ്ടായത്? ഉപേന്ദ്രൻ വന്ന് ബഹളം ഉണ്ടാക്കിയെങ്കിലും ഇങ്ങനൊരു ചതി അയാൾ കാണിക്കുമെന്ന് ഞങ്ങൾ രണ്ടാളും കരുതിയില്ല. എന്നെയാണ് ഉന്നം വെച്ചത്, പക്ഷേ കൊണ്ടത് ശ്യാമയ്ക്കും. കൈയുടെ ഈ ഭാഗത്തായിട്ടാ കൊണ്ടത്. അതുകൊണ്ട് ആളപായമൊന്നും ഉണ്ടായില്ല. അല്പം ഒന്ന് മാറിയിരുന്നെങ്കിൽ ശ്യാമെ നമുക്ക് കിട്ടില്ലായിരുന്നു. ഡോക്ടർ, ശ്യാമയ്ക്ക് മാഡം ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്. സർജറി കഴിഞ്ഞതേ ഉള്ളൂ. കോംപ്ലിക്കേറ്റഡ് ആയ ഇഷ്യൂസ് ഒന്നും ഇപ്പോഴില്ല. പക്ഷെ ആളിവിടെ വേണം. ഓക്കെ ഡോക്ടർ, എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി. ഓക്കെ മാഡം. ഇനിയിപ്പം നമ്മള് ഇത് ചെയ്യിക്കുന്നത് അവളാ, ആ സുസ്മിത. സുസ്മിതയുടെ കയ്യിലെ പാവയാ ഈ പറയുന്ന ഉപേന്ദ്രൻ. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം. അപകടനില തരണം ചെയ്യുന്നതേ ഉള്ളൂ. ആക്രമിച്ചവൻ മുൻ വൈരാഗ്യ ബുദ്ധിയോടെ ഇനിയും വന്നേക്കാം. ബി കെയർഫുൾ. എന്തെങ്കിലും എമർജൻസി വന്നാ എന്നെ വിളിക്കണം. ഞാൻ അറിഞ്ഞിരുന്നില്ല. എവിടേക്കാ പോയതെന്ന്, എന്തിനാ പോയതെന്ന് ശാലിനി അറിയണം. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ അനിയത്തിയ ഇവിടെ വെടികൊണ്ട് കിടക്കുന്ന. അവളുടെ അടുത്ത് വരാൻ ജില്ലാ കളക്ടറായി ഞാൻ ഓട്ടോ വിളിക്കേണ്ട അവസ്ഥ വന്നു എന്ന് പറഞ്ഞ അതിന്റെ കാരണമാണ് ഞാൻ. എനിക്കൊന്നും കേൾക്കണ്ടെന്ന്. ആ താക്കോലിങ്ങിതാ തരാൻ. ശാലിനി മറ്റോ വന്നിട്ട് പോയാ പോരെ അമ്മേ? അതുവരെ എന്ത് വിചാരിച്ച മോള് ഞാനിവിടെ നിൽക്കുന്നേ? ഞാനിവിടെ നിൽക്കുന്നേ ഉള്ളൂ. എന്റെ നല്ല ജീവൻ മുഴുവൻ അവിടെയാ. എന്നാ പിന്നെ ഞാനും കൂടി വരാം അമ്മേ. അമ്മ ഈ ഒരു അവസ്ഥയിൽ ഒറ്റയ്ക്ക് വിടാൻ പേടിയാണ്ട പറയുന്നത്. ഞാനും കൂടി വരാം. വേണ്ടടി, ഡോക്ടർ പറഞ്ഞത് ശരീരം അനക്കരുതെന്നല്ലേ. ഇനി ഓട്ടോയിലൊക്കെ ഇരുന്ന് വല്ല ഏനക്കേടും ഉണ്ടായി എനിക്ക് വയ്യ എങ്ങനെ കിടന്ന് തീ തിന്നെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇതിപ്പോ ശ്യാമയുടെ കാര്യം എന്തായെന്നോ എങ്ങനെയായെന്നോ ഒന്നും അറിയില്ലല്ലോ. മോള് രോഹിത്തിനെ വിളിച്ചിട്ട് അവൻ എടുത്തോ? ഇല്ലമ്മേ, അവിടെ ഹോസ്പിറ്റലിൽ രോഹിത് മാത്രമല്ലേ ഉള്ളൂ. ഓരോ ആവശ്യങ്ങൾക്കായുള്ള ഓട്ടത്തിലായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഒരു കൈ സഹായത്തിന് ആളില്ലാതെ അവൻ ഒറ്റയ്ക്ക് അവിടെ എന്ത് ചെയ്യാനാ? ഇനി ഞാൻ ആരെയും നോക്കി നിൽക്കുന്നില്ല. ഓട്ടോ വന്നു. ഞാൻ എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ പോട്ടെ. മോളെ കടയിൽ നിന്ന് ശ്രദ്ധിച്ചോണേ. എന്നെ തിരക്കി ആരെങ്കിലും വരികയാണെങ്കിൽ നീ കാര്യം പറഞ്ഞാ മതി. അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിലെ കാര്യമൊന്നും പറയണ്ട. ഞാൻ ഒരിടം വരെ പോയിന്ന് പറഞ്ഞാ മതി. ശരി ശരി. ഞാനെന്തിനു നിന്നെ പ്രതീക്ഷിക്കണം? എനിക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റുന്നവരുമായിട്ടേ എനിക്ക് ചങ്ങാത്തുള്ളൂ. എന്റെ വീട്ടിൽ ഞാൻ പ്രതീക്ഷിക്കുന്നവരും അങ്ങനെയുള്ളവര് മാത്രം. അപ്പൊ നിനക്കറിയാം ഞാൻ നിനക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത കൊമ്പാണെന്ന്. എന്നിട്ടാണോ നീ തറവേല കാണിച്ചത്? ഞാൻ കാണിക്കുന്ന തറവേലകൾ തിരക്കി പിടിച്ച് അതിന് മാർക്കിടാൻ വന്നാണോ സ്ഥലം ജില്ലാ കളക്ടർ? എങ്കിൽ മോളൊന്ന് വിയർക്കും. കാരണം എനിക്ക് തന്നെ അറിയില്ല ഓരോ ദിവസം ഞാൻ എന്തൊക്കെയാ പ്രവർത്തിക്കാൻ പോകുന്നതെന്ന്. അത് 1-2 ദിവസം അകത്ത് കിടന്ന് 4 പൊട്ടിക്കല് കിട്ടുമ്പോൾ മാറാവുന്നതേ ഉള്ളൂ. നല്ല തല്ല് കിട്ടിയാ തീരാവുന്നത്. ചുമ്മാ പറയുവാണേ. ജയിലിൽ കിടന്നപ്പോ പൊട്ടിക്കാൻ തയ്യാറായി വന്ന വനിതാ പോലീസ് ചേട്ടത്തിമാരൊക്കെ സുസ്മിതയ്ക്ക് മുന്നിൽ വന്നപ്പോ ദാണ്ടെ ഈ പനി പിടിച്ചിട്ട് വിറയ്ക്കുന്നതിനേക്കാ കഷ്ടമായിട്ട് കട്ടിക്ക് മുട്ട് രണ്ടും കൂടെ കിടന്ന് അടിയോടടി. പിന്നെങ്ങനാ എന്റെ നേരെ അവരുടെയൊക്കെ കൈ പൊങ്ങുന്നേ? അവരാരെങ്കിലും ഒരെണ്ണം എന്റെ കരണത്ത് നോക്കി തന്നിരുന്നെങ്കിൽ
ഞാൻ ചിലപ്പോ നന്നായി പോയനെ. പക്ഷെ തരണ്ടേ? ഒറ്റ എണ്ണത്തിനും സുസ്മിതയ്ക്ക് മുന്നിൽ നിന്ന് തണ്ടിക്ക് തണ്ടി നിന്ന് മുട്ടാൻ ഇപ്പോഴും വലിയ പാടാ. അടിതടവ് പഠിച്ചവര് നോക്കിയിട്ട് എന്നെ നന്നാക്കാൻ പറ്റിയില്ല. പിന്നെയാ ഇത്തിരി പോന്ന നീ. ചുമ്മാ സമയം കളയാതെ ഇറങ്ങി പോടി എന്റെ വീട്ടിൽ നിന്ന്. മാന്യമായി ഇടപെടുന്ന ശാലിനി വിഷ്ണുവിനെ മാത്രമേ നീ ഇതുവരെ കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്റെ സ്വന്തം കൂടപ്പിറപ്പുകളെ തൊടുമ്പോ എനിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. അതിന്റെ വീറും വാശിയും ഒട്ടും ചോരാതെ തന്നെ പറയട്ടെ. എന്റെ അനുജത്തി ശ്യാമയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ നീ പിന്നെ ഈ ഭൂമിയിലില്ല. തീർത്ത് അവസാനിപ്പിച്ചു കളയും നിന്റെ ഈ കൊട്ടേഷൻ പരിപാടി. ഓ, അപ്പോ അതാണ് ലൈൻ. പുന്നാരനിയത്തിയുടെ തോളലിൽ ഒരു തൊള വീണേന് ആദ്യ പൂണ്ട് വെപ്രാളപ്പെട്ട് വന്നതാണ് കുഞ്ഞേച്ചി അല്ലേ? വെച്ചവന്റെ കൈ ഒന്ന് വിറച്ചു പോയതുകൊണ്ടടി. അല്ലെങ്കിൽ അവന്റെ അവളുടെ തൊണ്ട പൊട്ടിച്ച് കടന്നു പോണ്ടതായിരുന്നു ആ വെടിയുണ്ട. എങ്കിലിന്ന് ജോത്സ്യം വന്ന് സഞ്ചയനം കുറിച്ചനെ അല്ലേ? എന്തു ചെയ്യാം, പാഴായി പോയ ഉണ്ടയുടെ പുറകെ പോയിട്ട് കാര്യമില്ലല്ലോ. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വെള്ള പുതപ്പിച്ച് നിന്റെ പുന്നാരനീത്തി ശ്യാമയെ കുടുംബശ്രീ വീടിന്റെ പൂമുഖത്ത് നിലവിളക്കും സാമ്പ്രാണി തിരിയൊക്കെ കത്തിച്ചു വെച്ച് നീണ്ടു നിവർത്തി കിടത്തിയിരിക്കുന്ന ആ മനോഹരമായ കാഴ്ച ചുമ്മാ ഒന്ന് സങ്കല്പിച്ചോ. ചങ്കത്തിടിച്ച് നിലവിളിക്കാൻ മത്സരിക്കുന്ന നീയും നിന്റെ ശാരദാമ്മയും നിന്റെ കുടുംബാംഗങ്ങളും